വെൽക്കം ടു ട്യൂട്ടി ട്യൂട്ട്. 2024 SSC കണ്ടക്ട് ചെയ്തിട്ടുള്ള GD എക്സാമിനേഷൻ്റെ ഷിഫ്റ്റ് 2 ഫെബ്രുവരി 20 നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ എലമെൻ്ററി മാത്തമാറ്റിക്സ് QAയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം ഫോർ 5 years is 2/5 ഓഫ് ദ സം. വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു സം ഓഫ് ഫിഗർ 5 വർഷം കൊണ്ട് അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആ സം ഓഫ് ഫിഗറിൻ്റെ 2/5 ആയിട്ട് മാറി. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് അവിടെ മാറ്റം സംഭവിച്ചിട്ടുള്ളത്? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. SI = PNR/100. P പ്രിൻസിപ്പൽ എമൗണ്ട്, N നമ്പർ ഓഫ് ഇയർ, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റ് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 2/5 ആയി മാറിയെന്നാണ്. 2/5 ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയി സിമ്പിൾ ഇൻട്രസ്റ്റ് എത്തി ഇൻറ്റു നമ്പർ ഓഫ് ഇയർ, 5 ഇയർ കൊണ്ട് നമുക്ക് എത്തി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. /100. PNP ഡിവൈഡ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി 100 ഈ സൈഡിലോട്ടേക്ക് ഇൻറ്റു 100 ആയി മാറുന്നു. /5 താഴോട്ടേക്ക് വരുന്നു, വിച്ച് മീൻസ് R ബൈ കാൽക്കുലേഷൻ 25 200/25 8%. സോ ആൻസർ ഇവിടെ കിട്ടി. ബട്ട് ഒരു മെത്തേഡും കൂടെ ഞാനിവിടെ സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെ പറയുകയാണ്. നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു, 100%. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് 2/5% അത് മാറി എന്ന് പറഞ്ഞാൽ 100ൻ്റെ 2/5%, 2/5 പാർട്ട് എന്ന് പറയുമ്പം ഇറ്റ്സ് 40. അത് എത്ര വർഷം കൊണ്ടാണ് മാറിയിട്ടുള്ളത്? 5 വർഷം കൊണ്ട്. 5 വർഷം കൊണ്ട് 40 എത്തി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ എത്ര വരണം? 40/5 8. സിമ്പിൾ മെത്തേഡാണ്, ഏത് വേണമെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. എ പ്രൈസ് ഓഫ് 3 notebook and 6 pen is ₹3,000. With the same money one can buy a notebook and 12 pen. Raju want to buy 15 pen. How much will he have to pay? ഒരു ക്വസ്റ്റ്യൻ നേരിട്ട് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. 3 പെന്ന്, 3 നോട്ട് ബുക്ക്, 6 പെന്നിന് 3000 രൂപയാണ് പേ ചെയ്തിട്ടുള്ളത്. മറ്റൊരു വ്യക്തിക്ക് ഇതേ സാധനം തന്നെ ഒരു നോട്ട് ബുക്ക് പ്ലസ് 12 പെന്ന് വാങ്ങിക്കാൻ സെയിം ഫിഗർ തന്നെ ആയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 15 പെന്ന് വാങ്ങിക്കാൻ എത്ര രൂപയാവും? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ഫിഗറിനെ രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയെ ഞാനിത് കാൽക്കുലേഷൻ ഈസിയാക്കാൻ വേണ്ടി ഇൻറ്റു 3 ചെയ്യാണ്. വിച്ച് മീൻസ് ഇവിടെ ഇത് 3n പ്ലസ് 12 × 3 36 പെന്ന് ഈസ് ഈക്വൽ ടു ₹9,000 എന്നായിട്ട് മാറും. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 3n മൈനസ് ചെയ്യുന്നേരം 0 പ്ലസ് 36 - 6 30p ഈസ് ഈക്വൽ ടു 9,000 - 3,000 6,000 rupees, which means P is equal to 6,000/30. 600/3 is equal to 200, which means ഒരു പെന്നിൻ്റെ റേറ്റ് 200 rupees ആണെന്ന് കിട്ടി. സോ നമുക്ക് 15 പെന്നിൻ്റെത് 15 × 200 is equal to 3,000 again. Answer A. The average of 5 number is 32. If one number is removed, then the average become 28. What is the removed number? ആവറേജിൻ്റെ ടിപ്പിക്കൽ മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 5 നമ്പേഴ്സിൻ്റെത് ആവറേജ് 32 അതിൽ നിന്നൊരു വ്യക്തി പോയി കഴിഞ്ഞാൽ പിന്നെ 4 പേരാണുള്ളത്. ആ 4 പേരുടെ ആവറേജ് 28 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും 48. കാൽക്കുലേഷൻ നോർമൽ, കാൽക്കുലേഷൻ ഫാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഓക്കെ ആയിട്ടുള്ള മെത്തേഡാണ്. ദെൻ മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ പറയാണ്. 5 പേരുടേത് 32 ആണ്. 5 നമ്പേഴ്സിൻ്റെത് 32 ആണ്. അതിൽ നിന്ന് ഒരു നമ്പർ പോയ സമയത്ത് മീൻസ് 4 നമ്പേഴ്സിൻ്റെ 28, വിച്ച് മീൻസ് ഇവിടെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 4. അപ്പോൾ ഇവിടെ ഒരു 32 ഉണ്ടായിരുന്നു. 32ൻ്റെ കൂടെ ഈ ചേഞ്ച് വരുത്തിയിട്ടുള്ള ഈ 4ൻ്റെ മാറ്റം ഇവിടെയുള്ള 4 പേർക്ക് സംഭവിച്ചിട്ടുണ്ട്.
ആ 4 × 4 ആ 4 പേർക്കും വന്നിട്ടുള്ള ആ മാറ്റം കൊണ്ടാണ് ആ പോയിട്ടുള്ള ആ നമ്പർ ഇവിടുന്ന് റിമൂവ് ആയിട്ടുള്ളത്. വിച്ച് മീൻസ് 32 + 16 = 48. ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 72 binders can bind 720 books in 22 days, how many binders will be required to bind 660 books in 12 days? ഇത് വർക്ക് ആൻഡ് ടൈമിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഞാൻ പറയുകയാണ്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. M1 D1 × T1 divided by W1 = M2 D2 T2 divided by W2. ഇതൊരു ജനറൽ ഇക്വേഷനാണ്. M1 നമ്പർ ഓഫ് പേഴ്സൺ, D1 നമ്പർ ഓഫ് ഡേയ്സ്, T എത്ര അവേഴ്സ് ഉണ്ട്, W മീൻസ് നമ്പർ ഓഫ് വർക്ക്, എത്ര വർക്ക് അവിടെ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് M1 = M1 എന്ന് പറഞ്ഞാൽ 72, W1 = 720, നമ്പർ ഓഫ് ഡേയ്സ് D1 = 22 ഡേയ്സ്. അതേ വർക്ക് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഇത്രയുള്ള 72 ബൈൻഡേഴ്സ് 22 ദിവസം കൊണ്ട് 720 ബുക്സ് ബൈൻഡ് ചെയ്ത് എങ്കിൽ എത്ര ആളുകൾ ചേർന്നാണ് 12 ദിവസം കൊണ്ട് 660 ബുക്ക് ബൈൻഡ് ചെയ്യാൻ സാധിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ രണ്ടാമത്തെ ആ പാർട്ടിലോട്ടേക്ക് വരുന്ന സമയത്ത് M2 = 1. എത്ര പേഴ്സൺ ഉണ്ട്, അതാണ് ക്വസ്റ്റ്യൻ. എത്ര വർക്ക് ചെയ്യണം? W2 = 660 ആൻഡ് നമ്പർ ഓഫ് ഡേയ്സ് = 12. ഡയറക്റ്റ് ഇതിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നേരിട്ട് കാണുന്ന സമയത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ, ഫൈനൽ ആൻസർ 72 × 22 divided by 720 = number of person M2 × 12 divided by 660. 0 ക്യാൻസൽ ചെയ്തു. 1272 5 തവണ 6 തവണ പോയി. ദെൻ ഈ കാൽക്കുലേഷൻ 72 റൈസോട്ടി പറയട്ടെ അല്ലേ. കാൽക്കുലേഷൻ പാർട്ട് മുതൽ ഞാൻ ആയിക്കോണേ, മുഴുവൻ ഞാൻ പറയൂല. ദെൻ ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ടേക്ക് വരാം. M1 തന്നിട്ടുണ്ട്, D1 തന്നിട്ടുണ്ട്, W2 ഉണ്ട്. എത്ര അവേഴ്സ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം. സോ M1 = 72, D1 = 22 divided by W1 = 720 = M2 എത്രയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. × 660 × 12 divided by 660. നോർമൽ കാൽക്കുലേഷൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. സോ M2 = നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കട്ട് ചെയ്ത് പോകാൻ പറ്റും? 72 × 22 × 66 divided by 72 × 12. ഓക്കെ ആണല്ലോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഫൈനൽ ആൻസറായിട്ട് 121 നമുക്ക് കിട്ടും. M2 = 121. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ₹8400 is divided among PQ and R in the ratio of 2/3, 3, 1/3 respectively. What is the share of R? PQR എന്ന് പറയുന്ന 3 വ്യക്തികൾക്കിടയിൽ 8400 രൂപ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? 2/3:3:1/3 എന്ന പാർട്ട് പ്രകാരം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഇതായി ഭിന്നസംഖ്യ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഡിനോമിനേറ്ററിൻ്റെ LCM വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് 3/1 എന്ന് എഴുതിയാൽ ഡിനോമിനേറ്റർ 3 ഉണ്ട്, LCM 3 ആണ്. ആ 3 വെച്ചിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്.
ഫൈനൽ P/Q/R 2:9:1 എന്ന് പറഞ്ഞു വരും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആറിൻ്റെ ഷെയർ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചത്. 8400 രൂപയിൽ ആറിന് എത്ര പാർട്ടുണ്ട്? 1 പാർട്ടാണുള്ളത്. 1 പാർട്ട് ഔട്ട് ഓഫ് എത്ര എഴുതുന്നത്? 9 1 10 2 12 12 84 700 ഫൈൻ ആൻസർ അല്ലേ? ഓക്കെ, 700 ആണ് നമ്മുടെ ആൻസർ. 25% of 20% of a number is equal to 250. What is the 35% of that number? ഈസി ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുള്ളതാണ് എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 25% ഓഫ് 20% എന്ന് പറയുന്നത് 250 ആണെന്ന്. അങ്ങനെയാണ് എങ്കിൽ എക്സിൻ്റെ 35% എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആക്ച്വലി വലിയ കാൽക്കുലേഷനിലോട്ടേക്ക് ആക്ച്വലി പോകരുത്. 25/100 ആണ് ഇൻറ്റു 20/100 ഈസ് ഈക്വൽ ടു 250 ഇങ്ങനെ വരും. പക്ഷെങ്കിൽ 25% എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കയറി വരണം. ഇറ്റ്സ് 1/4 ആൻഡ് 20% എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഐഡിയ വേണം അത് 1/5 ആണ്. ഈസ് ഈക്വൽ ടു 250 വിച്ച് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ 2 സ്റ്റെപ്പിലോട്ടേക്ക് വരരുത്, ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലോട്ടേക്ക് എത്തണം. 25% 1/4, 20% 1/5. സോ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 250 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 5000. ഈ 5000ൻ്റെ 35% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5000ൻ്റെ 35% എന്ന് പറയുമ്പോൾ 5000 ഇൻറ്റു 35/100 0 കട്ട് ചെയ്ത് പോയി 35 ഇൻറ്റു 5 35 350ൻ്റെ പകുതി 1750 ഫൈൻ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എമംഗ് ഹൂം 1003 chocolate and 2703 candies can be distributed such that each student get the same number of each. 1003 ചോക്ലേറ്റ്സും 2703 ക്യാൻഡീസും കുറച്ച് കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ കയ്യിലോട്ടേക്കും ഈക്വൽ എമൗണ്ട് ഓഫ് ചോക്ലേറ്റ്സും ഈക്വൽ എമൗണ്ട് ഓഫ് ക്യാൻഡീസും കിട്ടണം. വിച്ച് മീൻസ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ 2 നമ്പേഴ്സിൻ്റെയും HCF എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ HCF കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പ്രൈം ഫാക്ടർ മെത്തേഡ്, ഡിവിഷൻ മെത്തേഡ്, പല മെത്തേഡ്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ HCF ഓഫ് 1003 ഫാക്ടർ മെത്തേഡിലോട്ടേക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് 17 ഇൻറ്റു 56 2703 17 ഇൻറ്റു 156. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 17 ആണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ ഇല്ല, 17 ആണ് ഇതിൻ്റെ ആൻസർ എന്നാണ്. HCF ഓഫ് ഈ 2 നമ്പേഴ്സിൻ്റെ HCF ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. 17 ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ടേബിൾ ഈസ് ₹6875. ഇഫ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് 25%, ദെൻ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ടേബിൾ? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചുള്ളത്. കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ നിന്ന് 125% ആണ് എത്ര? 6, 8, 7, 5 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ 125/100 ആണ് 125%. 25% അഡീഷൻ വന്നു മീൻസ് ഈ കാണുന്ന സമയത്തും ഈ ഒരു സ്റ്റെപ്പിലോട്ടേക്ക് എത്തരുത്, ഡയറക്റ്റ് തന്നെ എത്തണം. 5/4 ആണ് 25% മോർ എന്ന് പറഞ്ഞാൽ അവർ പ്രോഫിറ്റബിൾ എന്ന് വരുന്ന സമയത്ത് നമുക്ക് ഐഡിയ പോകണം. ഈക്വൽ ടു 6875 വിച്ച് മീൻസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 6875 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4. ഫൈനൽ ആൻസർ 5500 നമുക്ക് കിട്ടും. ഓപ്ഷൻ എ.